ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തേത് ഒരു ഷൂ ഡേ ആണ് കേട്ടോ. ഷൂ ഡേ എന്ന് പറയാൻ കാരണം ഞങ്ങൾക്ക് മൂന്നാൾക്കും ഷൂ വാങ്ങണം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് ഷൂ ഡേ എന്നുള്ളൊരു വ്ളോഗ് ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഫസ്റ്റ് വന്നിരിക്കുന്നത് കാരിഫോറിലാണ് കേട്ടോ. കാരിഫോറിൽ മാക്സിൽ നല്ല ഷൂകളൊക്കെ ഉണ്ടാവും. ഫസ്റ്റ് ഡിസ്പ്ലേ തന്നെ ഒരു നല്ല ഷൂ ഇട്ടിട്ടുണ്ട് കേട്ടോ, കുട്ടികൾക്കൊക്കെ പറ്റിയ അടിപൊളി ഷൂ. എനിക്ക് ഈ ഷൂ നല്ല ഇഷ്ടമായിട്ടാണ്. പക്ഷേ ഇത് ഗേൾസിൻ്റെ ഷൂ ആണ്, അതായത് ഒരു 10 വയസ്സിന് മുകളിലുള്ള കുട്ടികളുടെ ഷൂ ആണ്. പിന്നെ ഇതാ ബോയ്സിൻ്റെ ഷൂ ആണ്. അപ്പോൾ പെങ്ങളെ മോനക്കും ഒരു ഷൂ വാങ്ങണം. അവനക്ക് 2 ഇയറിൻ്റെ ഷൂ ആട്ടാണ് വേണ്ടത്. അപ്പോൾ അവനക്ക് പറ്റിയതും നമ്മളങ്ങനെ നോക്കലാണ്. ബോയ്സിൻ്റെ ഷൂ ഇവിടെ കുറച്ചുള്ളൂ കേട്ടോ, ഒരുപാട് കളക്ഷൻസ് ഇല്ല. പക്ഷെ ഗേൾസിൻ്റെ ഷൂ കുറേ ഉണ്ട് കേട്ടോ. വാങ്ങിയല്ലേ രസമുണ്ടല്ലേ? മതി. ഡിസ്പ്ലേ വെച്ചിട്ടുള്ള ഷൂവിന് ചെറിയ സൈസ് ഉണ്ടെങ്കിൽ അത് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാട്ടോ ഞാൻ ആദ്യം ഉള്ളിലേക്ക് വന്നത്. പക്ഷേ ഈ ഒരു ഷൂ കാണിച്ചപ്പോൾ എനിക്കിത് ഇഷ്ടമായി. പിന്നെ അതിനുമ്പോൾ പിങ്ക് കളറുള്ളതുകൊണ്ട് അയാൾക്ക് പിങ്ക് കളർ ഭയങ്കര ഇഷ്ടമാട്ടാ. അപ്പോൾ പിങ്ക് കളർ ഉള്ളതുകൊണ്ട് ഭയങ്കര ക്യൂട്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് അതന്നെ മതി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ സൈസ് നോക്കലാട്ടാ. കാരണം ഇവർക്ക് ഈ സൈസിൻ്റെ കാര്യത്തിൽ ചിലപ്പോൾ 28 സൈസ്, ചിലത് 29 ആയിരിക്കും. അങ്ങനെയൊക്കെ ആയിട്ട് ഇട്ട് നോക്കിയപ്പോൾ 28 തന്നെയാണ് കേട്ടോ അവൾക്ക് ഓക്കെ ആയി കിട്ടിയത്. അപ്പോൾ കുറേ ഉണ്ട് കേട്ടോ. അപ്പം പെൺപിള്ളേരുടെ ഷൂസ് കുറേ ഉണ്ട്, പക്ഷേ ബോയ്സിൻ്റെ ഷൂസ് വളരെ കുറവാട്ടോ. ആ കാണുന്ന സെക്ഷനിൽ തന്നെ ഉള്ളൂ ബോയ്സിൻ്റെ ഷൂ. വന്ന പാടെ ഷൂ കിട്ടിയോണ്ട് എനിക്ക് നമ്മൾ തിരഞ്ഞു കഴിഞ്ഞാൽ വേറെ കിട്ടുമോയെന്ന് അറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വീണ്ടും അങ്ങനെ നോക്കാട്ടെ. എനിക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. പെട്ടെന്ന് ഇപ്പോൾ ചിലവർക്ക് കാര്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ വേഗം ഷോപ്പിംഗ് കഴിഞ്ഞ് വീട്ടിൽ പോകുക എന്നുള്ളതാണല്ലോ ഒരു മെയിൻ പരിപാടി. പക്ഷെ ഞാൻ നേരെ തിരിച്ചാട്ടെ, പെട്ടെന്ന് കിട്ടിക്കഴിഞ്ഞാൽ അതിനും നല്ലത് വേറെ ഉണ്ടോയെന്ന് അറിയില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വീണ്ടും തപ്പിയിട്ട്. പക്ഷേ ഫൈഹാക്ക് അതന്നെ ഇഷ്ടമായിട്ടാ. അപ്പോൾ ഞാനിതാ 24 സൈസാണ് കേട്ടോ പെങ്ങളെ മോനക്ക് ഷൂ വേണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു കളക്ഷൻസ് മാത്രമല്ല കേട്ടോ ബോയ്സിൻ്റെ ഷൂ. പിന്നെ സാധാരണ അവർക്ക് ഷൂ ആണ് വേണ്ടത്. അപ്പോൾ ചെരുപ്പ് കളക്ഷനൊക്കെ ഉണ്ട്. കണ്ട ഈ ഒരു ചെരുപ്പ് കണ്ടില്ല, ഡ്രസ്സ് ഉണ്ടല്ലേ കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ ഷൂ ആണ് അവർക്ക് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഷൂ വാങ്ങാമെന്ന് വിചാരിച്ച് അങ്ങനെ ഫൈഹാക്കും ഓക്കെ ആയിട്ടാ. ഫൈഹാക്ക് ഞാൻ ആ ഷൂ ഓക്കെ ആയി. എന്നാലും ഞാൻ തപ്പിപ്പിടിച്ചിട്ട് വേറൊരു ഷൂ അവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്നിട്ട് അന്ന് ഇട്ട് നോക്ക് എന്ന് പറഞ്ഞിട്ട്. അതെൻ്റെ ഒരു സ്വഭാവമാണ്. എത്ര കിട്ടിയാലും വീണ്ടും വീണ്ടും ഞാൻ വേറെ ട്രൈ ചെയ്ത് നോക്കും. അത് ഡ്രസ്സും അതെ. ചിലപ്പോൾ ഡ്രസ്സ് ഒരെണ്ണം കിട്ടിക്കഴിഞ്ഞാൽ അത് ഓക്കെ ആയാലും വേറെ ഏതെങ്കിലും എടുത്തിട്ട് വന്നിട്ട് ഇട്ട് നോക്കാൻ പിന്നെ ഫവൽക്കുള്ളോട് ഫവൽക്കാരുടെ കയ്യിൽ അങ്ങനെ ഏൽപ്പിച്ചു കൊടുക്കും. ഫൈഹാക്ക് ആ പിങ്കും വൈറ്റും കോംബോ ആയിട്ടുള്ള ഷൂ എടുത്തുട്ടാ. പിന്നെ എനിക്ക് ഇങ്ങനത്തെ മോഡൽ ഷൂ വാങ്ങാനായിട്ടാണ്. ഞാൻ എപ്പോഴും ലൈസുള്ള ഷൂ അങ്ങനെ പൊതുവേ യൂസ് ചെയ്യില്ല. എനിക്ക് എന്തോ പോലെ കേട്ടോ ഭയങ്കര ആർഭാടം പോലെ തോന്നലുണ്ട്. ഒരുപാട് ലൈസുള്ളത് എനിക്കതുപോലെ ഇഷ്ടമില്ല. കണ്ടത് ഇതൊക്കെ ഭയങ്കര ഹെവിയാണ്. പക്ഷേ ഇതിലങ്ങനെ കാര്യമായിട്ട് അങ്ങനെ സിമ്പിളായിട്ടാണ് ലേസ് കാണുന്നുള്ളൂ കേട്ടോ. അപ്പോൾ എനിക്ക് ലേസ് ഉള്ളത് വേണം താനും, എന്നാലും ഹെവി ആയിട്ടുള്ള ലേസ് പാടില്ല താനും. അങ്ങനെയുള്ള ഒരു ലെവലിലാണ് ഞാൻ നോക്കുന്നത് കേട്ടോ. ഞാൻ എപ്പോഴും ലൈസ് ഇല്ലാത്ത സാധാരണ സിമ്പിൾ ഷൂ ആണ് എടുക്കാറ്. അങ്ങനെ ഞാനിത് ഇട്ട് നോക്കിയപ്പോൾ, കാരണം ഇത് ജീൻസൊക്കെ ഇടുമ്പോൾ പിന്നെ ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ വളരെ യൂസ്ഫുള്ളാണ് ഈ ഷൂ എന്ന് പറയുന്ന സാധനം. അപ്പോൾ ഞാൻ എപ്പോൾ വന്നാലും ഇവിടെ നിന്ന് ഒരു ഷൂ വാങ്ങലുണ്ട്. അതായത് ഒമാനിൽ നിന്ന് ഞാൻ ഷൂ വാങ്ങലുണ്ട്. കാരണം എന്താ അറിയോ, ഇവിടെ നിന്ന് വാങ്ങണ ഷൂ ഇപ്പോൾ കുറേ നാൾ യൂസ് ചെയ്യട്ടെ ഞാൻ. ഏത് തീർക്കാല്ലേ അക്കുലിനെ കണ്ടെടുത്താലോ അക്കുലോ അല്ലേ? അങ്ങനെ ആ വൈറ്റ് ഷൂ ഇഷ്ടമായെങ്കിലും അത് ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. ഫാൽക്കോ പറഞ്ഞ സ്കെച്ചേഴ്സിൻ്റെ ഷൂ ലുലുലു ഓഫറിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ പോയി നോക്കിയിട്ട് എനിക്ക് ഇഷ്ടമായില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് നമുക്ക് ഈ വൈറ്റ് ഷൂ തന്നെ വാങ്ങാമെന്ന് പറഞ്ഞു കേട്ടോ. സ്കെച്ചേഴ്സിൻ്റെ ഷൂ ആകുമ്പോൾ നല്ല ബ്രാൻഡഡും ആണ്, മാത്രമല്ല കാലിന് നല്ല സുഖമാണ് കേട്ടോ ഇടാൻ വേണ്ടിയിട്ട്. പക്ഷെ എന്താ വെച്ചാൽ അത് കാണാൻ അത്ര ഭംഗിയുള്ളത് കിട്ടില്ല കേട്ടോ സ്കെച്ചേഴ്സിൻ്റെ ഷൂ. ഇതുപോലെ വൈറ്റ് കളറിലെ ലേസൊക്കെ ആയിട്ടുള്ളത് കിട്ടുമൊന്നുമില്ല. എന്നാലും പിന്നെ എനിക്ക് കാല് വേദനയുടെ ഒക്കെ ഒരു പ്രോബ്ലം ഉള്ളതുകൊണ്ട് തന്നെ ഞാനൊന്ന് നോക്കി നോക്കാം, ട്രൈ ആക്കി നോക്കാം. ഇടുവിടുന്നതിനെ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ മുൻകൂട്ടി തന്നെ ഫസ്റ്റ് തന്നെ എത്ര ഇഷ്ടമായാലും ഞാൻ ഫസ്റ്റ് തന്നെ വാങ്ങി വെക്കില്ല. ഇനി വേറെ കിട്ടുമോ എന്നുള്ളൊരു മനസ്സിലുള്ളതുകൊണ്ട് ഇനിയിപ്പോൾ നെസ്റ്റോലോ ലുലുലോ അങ്ങനെ ഒന്നും പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ ഫൈഹാക്ക് മാത്രം വാങ്ങിയിട്ട് ഇറങ്ങിയിട്ടാണ്. കണ്ട ഇതിന് സ്കെച്ചേഴ്സിൻ്റെ ഷൂട്ടാണ്. കണ്ട ഇതിൻ്റെയൊക്കെ കളർ നോക്കിയേ, വൈറ്റ് കളറിലുള്ള നല്ല വൈറ്റ് കളറിലുള്ള സ്കെച്ചേഴ്സിൻ്റെ ഷൂ പൊതുവേ കുറേ. ഇത് സ്കെച്ചേഴ്സിൻ്റെ ഷൂ അല്ല കേട്ടോ അപ്പുറത്ത് ഞാൻ കാണിച്ചത്. ഇത് സ്കെച്ചേഴ്സിൻ്റെ ഷൂവിൻ്റെ കളറ് പൊതുവേ ഇങ്ങനത്തെ ഗ്രേ കളറ് കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. ഇവിടെ 26 റിയാലുണ്ട് കേട്ടോ സ്കെച്ചേഴ്സിൻ്റെ ഷൂവിന്. അപ്പോൾ പിന്നെ ഞങ്ങൾ ഇനി അവിടെ ടൈം കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ അപ്പുറത്ത് തന്നെ കേട്ടോ MS മാക്സ്. അപ്പോൾ അക്കുലൂന് ഷൂ കിട്ടിയിട്ടില്ല. അക്കുലൂന് പൂ ഷൂ മതി എന്ന് പറഞ്ഞിട്ട്, അതായത് മറ്റേ ഷൂ വേണ്ടാന്ന് പറഞ്ഞ് കുറേ നാളായി വന്നപ്പോൾ തൊട്ട് പറയാൻ കേട്ടോ പൂ ഷൂ. അതായത് ഇത് ഈ ടൈപ്പ് ഷൂവിനാണ് ഈ പൂ ഷൂ അവൾ പറയുന്നത്. ഫ്ലവറൊക്കെ ഉണ്ടാവുമല്ലോ ഇതുപോലെ. അപ്പോൾ അത് മതി എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ MS മാക്സിലേക്ക് വന്നു കേട്ടോ. കുറേ ഉണ്ട് ഈ ഫ്ലവർ വെച്ചിട്ടുള്ള ഈ ടൈപ്പ് ഷൂ. എങ്കിലും ഞാനും പൂഷൂ തന്നെയാണ് കേട്ടോ. കുട്ടികൾ പറഞ്ഞ് ഞാനും അങ്ങനെ പൂഷൂ എന്നാണ് ഇതിന് പറയാറ്.
അപ്പോൾ ഇതെനിക്കിഷ്ടമായിട്ട് ഈ ഒരു പിങ്ക് കളറ്. പക്ഷേ അക്കുലുവിന് ഇഷ്ടമായില്ല കേട്ടോ, അത് കാണാത്ര വലിയ ഹെവി ആയിട്ടൊന്നുമില്ലല്ലോ. അപ്പോൾ അതവിടെ വെച്ചു. അങ്ങനെ സൈസും ഇട്ട് നോക്കി പിടിച്ചൊക്കെ വന്നപ്പോൾ അവൾക്ക് മാച്ചായിട്ടുള്ള പൂഷു കിട്ടണില്ല കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനത്തെ മോഡൽ കെട്ടുന്ന മോഡൽ മതിയോ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് വേണ്ട, അത് വേണ്ട, എനിക്കിഷ്ടമായില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ മറ്റേ ടൈപ്പ് ഷൂ കിട്ടാണ്ടായപ്പോൾ ഈ ഒരു മോഡൽ കാണാൻ രസമുണ്ടല്ലേ, ബാക്കിൽ സിബൊക്കെ ആയിട്ട് ഇങ്ങനെ ഉടുപ്പിനൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല രസം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇത് കാണിച്ചെടുത്തപ്പോൾ ഇഷ്ടമായിട്ടാണ്. ഈ ഒരു വൈറ്റ് കാണിച്ചെടുത്ത്, വൈറ്റ് അല്ല, ഒരു ഓഫ് വൈറ്റ് കളറ്. അപ്പോൾ അതും എനിക്കും ഇഷ്ടമായി. കാരണം അവർ ഇങ്ങനത്തെ ഒരു മോഡൽ അവരുടെ കയ്യിൽ ഉണ്ടായിട്ടില്ല കേട്ടോ. പൊതുവേ ഒന്നില്ലെങ്കിൽ മറ്റേ ഷൂ അല്ലെങ്കിൽ പൂഷൂണ് അവർ വാങ്ങാറ്. അപ്പോൾ അത് കാരണം ഇത് കാണിച്ചു കൊടുത്തപ്പോൾ അത് മതി, എനിക്ക് ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞു. പക്ഷെ എന്താണെന്ന് വെച്ചാൽ ഇവിടെ കുറേ ഷൂ ഉള്ളതുകൊണ്ട് അവളെ സൈസ് തപ്പി പിടിക്കാൻ വെച്ചാൽ എളുപ്പമല്ല കേട്ടോ. അവളുടെ സൈസ് വരുന്നത് ഒരു 26 ഒക്കെ ആയിട്ടുണ്ട്, 25, 26 ഒരു 25 ആണ് ഇപ്പോഴത്തെ അവളെ സൈസ്. എന്നാലും അത് ഇപ്പോൾ ടൈറ്റായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഞങ്ങൾ 27-ൻ്റെതായിട്ടാണ് എടുത്തത്. ചിലത് 27 മാറ്റം ഉണ്ടാവും, ഓരോ ചെരുപ്പിനും സൈസ് വ്യത്യാസം ഉണ്ടാവും, നമ്മളെ അളവിന് തന്നെ ആയിരിക്കില്ല. അപ്പോൾ അങ്ങനെ ഇതിട്ട് നോക്കിയപ്പോൾ കറക്റ്റ് ആയിരുന്നു കേട്ടോ, 27 കറക്റ്റ് ആയിരുന്നു. അപ്പോൾ മൂപ്പരാൾക്ക് വലിയ ഇഷ്ടമായിട്ടാണ്, ഇതിന് നല്ല ഭംഗിയുണ്ട്, ഇതെടുത്തോ, ഇത് പൂഷു വേണ്ട, ഇങ്ങനത്തെ ഷൂ മതി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അതെടുത്തു കേട്ടോ. ഞങ്ങൾ ഒമാനി വന്ന് അന്ന് തുടങ്ങി പറയുന്നുണ്ട് എനിക്കൊരു പൂഷു വാങ്ങിച്ചായോ ഉമ്മ, പൂഷു വാങ്ങിച്ചായോ പപ്പാന്ന്. അപ്പോൾ ഒരു പൂഷുവും കൂടി അവൾക്ക് വാങ്ങിച്ചു കൊടുക്കാമെന്ന് കരുതിയിട്ട് അങ്ങനെ നോക്കാട്ടെ. പക്ഷെ ഇവിടെ സൈസിന് കറക്റ്റായിട്ട് കിട്ടണില്ല. ഇട്ട് നോക്കുമ്പോൾ പറയും എനിക്കിവിടെ വേദന എടുക്കുന്നുണ്ട്, അവിടെ വേദന എടുക്കുന്നുണ്ട്. അപ്പോൾ വേറെ ഇട്ട് നോക്കുമ്പോൾ കുറച്ച് വലുതായിരിക്കും. അങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ കുറേ ടൈം അവിടെ കളഞ്ഞിട്ടൊക്കെ. എന്നാലോ കുറേ ചെരുപ്പുണ്ട്, നല്ല ഭംഗിയുള്ള ചെരുപ്പുണ്ട്. പക്ഷെ അവളുടെ സൈസ് ഞാൻ പറഞ്ഞില്ല, ചിലത് 26 കറക്റ്റല്ല, ചിലത് 27 കറക്റ്റല്ല, അങ്ങനെയൊക്കെ ആയിട്ട് കൺഫ്യൂഷനായിട്ട്. അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെ വെച്ച് പിന്നെ പറ്റണമെങ്കിൽ വാങ്ങാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ ആസിമിന്, അതായത് പെങ്ങളെ മോനക്ക് ഞാൻ പറഞ്ഞല്ലോ ഷൂ നോക്കണം. ഇവിടെ ബോയ്സിൻ്റെ ഷൂ കുറേ ഉണ്ട് കേട്ടോ, കുട്ടികളുടെ ഷൂ കുറേ ഉണ്ട്. അപ്പോൾ അവൻ്റെ 24 ആണ് സൈസ് എന്ന് പറഞ്ഞു. 24 സൈസ് പറഞ്ഞാൽ ഇവിടുത്തെ സൈസ് നമുക്കൊരു ഡൗട്ടാണ് കേട്ടോ. ചിലത് നമുക്ക് 24 ഒക്കെ കാണുമ്പോൾ ഭയങ്കര ചെറുതുപോലെ തോന്നാം. ഈ എന്താ പറയുക, ഒരു വയസ്സായ കുട്ടിക്ക് എനിക്ക് 2 ഇയറിൻ്റെ ഇതാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ഈ ഒരു ഷൂ ഞങ്ങൾക്ക് നല്ല ഇഷ്ടമായിട്ട് കണ്ടോ, പിങ്കും വൈറ്റും കൂടെ ഉള്ള കോംബോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഫവൽക്കാക്കും ഇഷ്ടമായിട്ടാണ്. പക്ഷെ അത് കുറച്ചും കൂടെ വലുതായി തോന്നി, അതിൻ്റെ 24 സൈസ് ഇല്ല കേട്ടോ. അപ്പോൾ ഇത് 24 ആണ് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ 24 അല്ല 25. ഇവിടുത്തെ സൈസൊന്നും ശരിക്കും കറക്റ്റ് അല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആകെ കൺഫ്യൂഷൻ ആവണം, ഇത് ചെറുതാവോ വലുതാവോ എന്നുള്ള പേടിയില്ല, ചെറുതാവോ എന്നുള്ള ഒരു പേടിയുണ്ട്. അവർ പറഞ്ഞത് 24 ആണെങ്കിലും ഞങ്ങൾ എടുത്തേക്കുന്നത് 25 ആണ് കേട്ടോ. എന്നിരുന്നാലും കൂടി ഇതും ചെറുതാവോ എന്നുള്ള ഡൗട്ടിലാണ്. പിന്നെ അവനാളൊരു ചെറുതാണ്, അതുകൊണ്ട് പാകാവെന്ന് വിചാരിക്കുന്നു. എന്തായാലും നോക്കി നോക്കാം. അങ്ങനെ ഇപ്പോൾ ഇതാ എനിക്ക് വാങ്ങണ്ട ഷൂ അവിടെ എനിക്ക് പറ്റിയ സ്കെച്ചേഴ്സിൻ്റെ ഷൂ ഒന്നും അവിടെ ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ലുലുലു ഓഫർ ഇട്ടിട്ടുണ്ടല്ലോ എന്നുള്ളതിൽ കാരണം ഞാൻ എപ്പോഴും ഷൂ വാങ്ങിക്കഴിഞ്ഞാൽ കുറേ നാളത് യൂസ് ചെയ്യും. അപ്പോൾ സ്കെച്ചേഴ്സ് ആകുമ്പോൾ കുറച്ച് അധികം നാൾ യൂസ് ചെയ്യാമല്ലോ എന്ന് കരുതിയിട്ട് അങ്ങനെ അത് നോക്കാൻ വന്നതാട്ടോ ലുലുവിൽ. കയറി വരുമ്പോൾ തന്നെ സ്കെച്ചേഴ്സിൻ്റെ ഷൂ അവർ വെച്ചിട്ടുണ്ട് കേട്ടോ, ഓഫർ ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ റിയൽ പ്രൈസ് 38 റിയാലോ 33 റിയാലൊക്കെയാണ്. പക്ഷേ ഓഫർ പ്രൈസ് 12 റിയാലിനാണ് അവർ ഇട്ടിരിക്കുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ലേസുള്ള മോഡലും ഇല്ല, മാത്രമല്ല വൈറ്റ് കളറിലോ അങ്ങനെ എനിക്കിഷ്ടമാവണ കളറിലോ ഒന്നും ഇല്ല കേട്ടോ. പക്ഷേ നല്ല സാധനമാണ്, വാങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും ഇനി അടുത്തത് വാങ്ങണ്ട. പക്ഷേ മറ്റുള്ള ഷൂകളുടെ ഒരു ലുക്കില്ലാത്ത പോലെ എനിക്ക് തോന്നിയിട്ടാണ്. കുറേ ബ്രാൻഡഡ് എന്ന് പറഞ്ഞിട്ട് കാര്യമല്ലോ, ലുക്കിലല്ലേ കാര്യം എന്നുള്ള ഇതിൽ എനിക്ക് വലിയ ഇഷ്ടമായില്ല കേട്ടോ. നമ്മൾ എത്രയും പ്രൈസ് കൊടുത്ത് വാങ്ങിയിട്ട് നമ്മളെ മനസ്സിനാണെങ്കിൽ അത് കിട്ടിയില്ലെങ്കിൽ അത് പോരല്ലോ. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് കുറച്ച് വൈറ്റ് അങ്ങനത്തെ ഒക്കെ ഒന്നില്ലേ, പിങ്ക് വൈറ്റ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വയലറ്റ്, ഒരുപാട് ഇതുള്ള കളറൊന്നും എനിക്കിഷ്ടമല്ല. അപ്പോൾ സത്യം പറഞ്ഞാൽ അവിടെ നിന്ന് കിട്ടിയില്ല കേട്ടോ. നമ്മൾ കുറേ നോക്കിയെങ്കിലും അവിടെ നിന്ന് എനിക്കിഷ്ടമുള്ളതൊന്നും കിട്ടിയില്ല. അപ്പം നമ്മൾ കുട്ടികളുടെ സെക്ഷനിലൊക്കെ വെറുതെ ഡ്രസ്സൊക്കെ ഇങ്ങനെ നോക്കി, എന്തായാലും ഷൂ ഒന്നും എടുക്കണില്ലല്ലോ. അപ്പോൾ കുട്ടികൾക്ക് പറ്റിയ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നൊക്കെ അങ്ങനെ കറങ്ങി തിരിഞ്ഞ് നോക്കി. അപ്പോൾ അതൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇനിയിപ്പോൾ തിരിച്ചു പോയി സെൻട്രൽ പോയിന്റിൽ പോയിട്ട് മാക്സി പോയിട്ട് അത് വാങ്ങണം. പക്ഷേ ടൈം ഓൾറെഡി ലേറ്റ് ആയിട്ട്, നമ്മളെ പർച്ചേസിങ് ഒക്കെ അല്ല ഒരുപാട് ലേറ്റായി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഇന്ന് ഇത് വാങ്ങൽ നടക്കില്ല, എൻ്റെ ഷൂ വാങ്ങൽ നടക്കില്ല. അപ്പോൾ ഞാൻ ആ വൈറ്റ് ഷൂ തന്നെയാണ് മിക്കവാറും അത് എടുക്കട്ടെ, നാളെ പോയിട്ട് അത് എടുക്കണം. അപ്പോൾ ഇതായിരുന്നു നമ്മളുടെ ഷൂ വ്ളോഗ്. നമ്മളെ വീഡിയോ ഒക്കെ ഇഷ്ടമാവണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.